നിങ്ങൾക്കറിയാവുന്ന വസ്തുതയാണ്, ജർമ്മനിയിൽ ക്രിസ്മസ് മാർക്കറ്റിൽ കാർ ഇടിച്ചു കയറി ഒരു സൗദി അറേബ്യൻ പൗരൻ. അപ്പം അതിനെപ്പറ്റിയുള്ള ഇൻവെസ്റ്റിഗേഷൻ പൂർത്തിയായിട്ടില്ല. ഇപ്പോഴപ്പം ഇൻവെസ്റ്റിഗേറ്റീവ് ഏജൻസി പറയുന്നത് ഒരു പോസിബിലിറ്റി എന്ന് പറയുന്നത്, അദ്ദേഹത്തെ പല പ്രാവശ്യം ചോദ്യം ചെയ്തപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഈ സൗദി അറേബ്യയിൽ വരുന്ന സിറ്റിസണിന് ഈ ജർമ്മൻകാർ പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്ന, അവരോട് മോശമായിട്ട് പെരുമാറുന്നു. അതായത് അസൈലവുമായിട്ടും അവിടെ വരുന്ന ആൾക്കാർക്കും അവരെ വല്ലാതെ ചോദ്യം ചെയ്യുന്ന, അതിൻ്റെ പേരിലാണ് ഈ അറ്റാക്ക് എന്ന് ഒരു ഭാഗത്ത് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസിമാർ പല പത്രങ്ങളിലും, ജർമ്മൻ പത്രങ്ങളിലും ഇൻ്റർനാഷണൽ മീഡിയ ഒക്കെ പറയുന്നു. പക്ഷേ അവരിത് റീകൺഫേം ചെയ്യുന്നില്ല. എന്തിനു വേണ്ടിയാണ് ഇയാൾ ഇത്ര ക്രൂരമായിട്ട് ചെയ്തത്? കാരണം 5-6 പേര് മരിച്ചു, ഏകദേശം 200 പേര് വളരെ സീരിയസ് ആയിട്ട്, 40ഓളം പേര് ഇഞ്ചുവേർഡായി. സംഭവങ്ങളുടെ പിച്ച് പൂർണ്ണമായിട്ടും ജർമ്മനി മാറി. കാരണം ഇപ്പം ഭരിക്കുന്ന ഗവൺമെൻറ് അവിടെ ഭൂരിപക്ഷമില്ല. രണ്ടാമത്, അവിടുത്തെ പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടിയായ ജർമ്മൻ ക്രിസ്ത്യൻ ഡെമോക്രാറ്റ് എന്ന് പറയുന്നവർ അതിശക്തമായ രീതിയിലാണ് ആവശ്യങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത്. കാരണം ഒരു കെയർ ടേക്കർ മന്ത്രിസഭയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എലക്ഷൻ നേരിടാൻ പോവുകയാണ്. അപ്പോൾ ഇതിനകത്ത് പല രീതിയിലുള്ള ഒപ്പീനിയൻസ് വരുന്നത്, അതായത് ക്രിസ്ത്യൻ ഡെമോക്രാറ്റ് എന്ന് പറഞ്ഞ പാർട്ടി പറഞ്ഞിരിക്കുന്നത്, അവർ അധികാരത്തിൽ വരികയാണെങ്കിൽ മദ്രസകൾ മാത്രമല്ല അടപ്പിക്കാൻ പോകുന്നത്, മുസ്ലിം പള്ളികൾ അടപ്പിക്കുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് അതിഭയങ്കരമായ രീതിയിൽ അവർ പറഞ്ഞിരിക്കുകയാണ്, അവർ അധികാരത്തിൽ വരികയാണെങ്കിൽ മദ്രസകൾ മാത്രമല്ല മുസ്ലിം പള്ളികൾ അടപ്പിക്കും. ആരാണിതിന് കാരണം? കാരണം അവർ പല ക്രിസ്മസ് ആയിട്ട് പല വർഷങ്ങളായിട്ട് ഇതേപോലെ അറ്റാക്ക് നേരിടുകയാണ്. ഇത് ഞാൻ നേരത്തെ വീഡിയോ പറഞ്ഞു, ജർമ്മനിക്ക് കിട്ടണ്ടായിരുന്നു, കിട്ടിക്കഴിച്ചോ പ്രശ്നങ്ങളൊക്കെ മാറി, ഇപ്പോൾ ഒരു പാഠം പഠിക്കാൻ തുടങ്ങി. ഇനി മറ്റൊരു സെൻട്രിസ്റ്റ് പാർട്ടി പറയുന്നത് എന്താണ്? അതാണ് അതിനേക്കാളും രസകരമായിട്ട് തോന്നിയത്. മദ്രസകളിൽ പഠിക്കാതെ റെഗുലേറ്റ് ചെയ്യും. അതായത് മദ്രസകളിൽ സയൻസും ടെക്നോളജിയും ആർട്ടും ജർമ്മൻ കൾച്ചറും ഗ്ലോബൽ പൊളിറ്റിക്സും ഈ സംഭവങ്ങൾ പഠിപ്പിച്ചേ മതിയാവത്തുള്ളൂ. ഇസ്ലാം പഠിപ്പിച്ചോണം, അവർ പറയുന്ന റെഗുലേറ്റ് ചെയ്യുന്ന ഭാഗം മാത്രം. അതായത് പഴയ പോലെ കാഫിറെന്നോ മറ്റുള്ളവനെ കൊല്ലണമെന്നോ ഈ സാധനം മദ്രസയിൽ പഠിപ്പിക്കുകയില്ല. ഇതാണ് സെൻട്രിസ്റ്റ് പാർട്ടി പറയുന്നത്. അവരും അധികാരത്തിൽ വരികയാണ്. ഇനി ഫാർ റൈറ്റുകാർ അവരെന്താ പറയുന്നത്? അവർ പറയുന്നത് അവിടെയുള്ള ഇസ്ലാം വിശ്വാസികൾ അവിടെ കുടിയേറി താമസിക്കുന്നവർ, അവരെ പുറത്താക്കണം. അവരിവിടുന്ന് വന്ന് ഏത് രാജ്യത്തും അവരെ അങ്ങോട്ട് പറഞ്ഞു വിടുക. അവരെ ഇവിടെ വെക്കാൻ പാടില്ല. ആലോചിച്ച് നോക്കുക, ഇവിടുന്ന് എങ്ങോട്ട് ഈ പിക്ചർ പോയി. അവരെന്താ പറയുന്നത്? അവർ പറഞ്ഞത് പെട്ടെന്ന് തന്നെ അവിടെ ബർക്കാബ് എന്ന് പറഞ്ഞ സാധനം, ചാക്ക് ബാൻ ചെയ്യണം. ഈ സാധനം കൊണ്ടോട്ട് പുറത്തിറക്കാൻ പറ്റത്തില്ല, വേണമെങ്കിൽ വീട്ടിൽ ഇട്ടോണം. അവർ പറയുന്ന, ജർമ്മൻ പറയുന്ന രീതിയിൽ പോയി. അതുപോലെ പോലീസിന് എക്സ്ട്രാ സർവൈലൻസ്, അത് എല്ലാ രീതിയിലും അവർക്ക് പൂർണ്ണമായിട്ട് അധികാരം, എവിടെ വെച്ച് അവരെ ക്വസ്റ്റ്യൻ ചെയ്യുക. അത് ലെജിസ്ലേഷൻ ഉണ്ടാക്കണം. എന്താണ് ഭരണകക്ഷിയായ സ്കോൾസ്, അത് ചാൻസലർ സ്കോൾസ് പറയുന്നത്? അദ്ദേഹം പറയുന്നത് എല്ലാ പ്രതിപക്ഷ പാർട്ടികളും എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് നിയമം പാസ്സാക്കാൻ അവർ തയ്യാറാണ്. അതായത് ഇപ്പോഴത്തെ താൽക്കാലിക മന്ത്രിസഭ, അവർക്ക് ഭൂരിപക്ഷം നഷ്ടപ്പെട്ടു. എന്താ പറയുന്നത്? സ്ട്രിക്റ്റായിട്ടുള്ള ലോസ് കൊണ്ടുവരാം. ഇവരെ ഇനി അകത്തോട്ട് കയറ്റത്തില്ല. അതായത് മുസ്ലിം രാജ്യങ്ങളിൽ നിന്നും മുസ്ലിം പേരുള്ളവർ ജർമ്മനിയിൽ കയറ്റാൻ ഇപ്പോഴത്തെ ഭരണകൂടം പോലും തയ്യാറാകുന്നില്ല. അതിനുവേണ്ടി നിയമങ്ങൾ മാറ്റാൻ അവർ തയ്യാറാണ്. ഇതാണ് ഞാൻ പറയുന്നത്, എത്രയോ മലയാളികളുടെ ജോലി ചെയ്യുന്നുണ്ട്. ഇവൻ്റെയൊക്കെ സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കി, ഏത് രീതിയിലായിരിക്കും ഇത് പോകുന്നത്. അതായത് നിങ്ങളെ റോഡിൽ വെച്ചു എല്ലാം നീ അവർ ക്വസ്റ്റ്യൻ ചെയ്യും. ഇതാണ് ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നത്. ഇതിനെയാണ് ഞാൻ കേരളത്തിലെ പല സുഡാപ്പികൾ, ചില ഇസ്ലാമിക വിശ്വാസികൾ ഞാൻ പറഞ്ഞതിനെ എതിർത്തു. ഇതൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. ഇപ്പോൾ നിങ്ങൾ എടുത്ത് വായിച്ചു നോക്ക്. ഇതൊക്കെ ഓരോ പത്രങ്ങളിൽ വന്ന റിപ്പോർട്ടാണ്. ജർമ്മൻ പത്രങ്ങളിൽ വരുന്നു, ഇൻ്റർനാഷണൽ ന്യൂസ് പേപ്പറിൽ വരുന്നു. ജർമ്മൻകാർ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതായത് മൈനോറിറ്റി രാജ്യമായ, അവിടെയുള്ള മൈനോറിറ്റി അല്ല, ഇസ്ലാമിലുള്ള പല ഇസ്ലാമിക രാജ്യങ്ങളിൽ നിന്ന് മുസ്ലിം പേരുള്ളവർ അവിടെ വരികയാണെങ്കിൽ അവരെ കയറ്റാൻ സമ്മതിക്കില്ല ആ രാജ്യത്ത്. അവിടെ താമസിക്കുന്ന മുസ്ലിങ്ങളാണെങ്കിൽ അവർ 24 hours സർവൈലൻസിൽ പോകണം. അതായത് നിങ്ങളെപ്പോഴും മോണിറ്റർ ചെയ്യും. നിങ്ങളുടെ വീട്ടിലെപ്പോഴും വരാം, ക്വസ്റ്റ്യൻ ചെയ്യാം, പുറത്തിടാം, അകത്തിടാം.
ഇതിനെ ചോദ്യം ചെയ്യാൻ പറ്റും. അതിൻ്റെ ലെജിസ്ലേഷൻ ഒരു പാസ്സാക്കാൻ പോവുകയാണ്. അതായത് നിങ്ങൾ സിറ്റിസൺ, അവർക്കും ഉണ്ടാകുന്ന പ്രശ്നമാണ്. അപ്പോൾ എവിടെയാണ് ഇത് പിഴച്ചത്? ഇത് ചോദ്യമാണ് അവസാനം ഉണ്ടാകുന്നത്. ഒരു രാജ്യത്ത് പോയി, ആ രാജ്യത്തിൻ്റെ അവിടെ പോയി, അതായത് ആഹാരമെല്ലാം അശൈലമായിട്ട് പോയിട്ട് അവസാനം ഇപ്പോൾ സാധാരണക്കാരനായ മുസ്ലിങ്ങൾക്ക് പോലും ഇതിൻ്റെ തിക്ത അനുഭവത്തിലേക്ക് പോവുകയാണ്. പിന്നെ മറ്റൊരു പൊളിറ്റിക്കൽ പാർട്ടി എന്താ പറയുന്നത്? ജർമ്മനിയിലുള്ള പോലീസിൽ സർവീസ് ചെയ്യുന്ന മുസ്ലിങ്ങളെ ഒഴിവാക്കണം, അത് മുഴുവൻ സ്ട്രീം ലൈൻ ചെയ്യണം. അതായത് അവിടുത്തെ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ്, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ്, ഇൻ്റലിജൻസ് ഡിപ്പാർട്ട്മെൻറ്റ് വർക്ക് ചെയ്യുന്ന മുസ്ലിം കമ്മ്യൂണിറ്റിയുള്ള മുസ്ലിം പേരുള്ളവരെ ഒഴിവാക്കണം. പിന്നെന്താ പറയുന്നത്? രണ്ടാമതൊരു പറയുന്നത് മറ്റൊരു കാര്യം, മുസ്ലിങ്ങളായിട്ടുള്ളവരാണ്, പക്ഷേ അവരെ ക്രൈസ്തവ വിശ്വാസത്തിലോട്ട് പോയിക്കണം. കംപ്ലീറ്റ് ആയിട്ട് മുസ്ലിം എന്ന സാധനം മാറ്റണം, അവരെ മാത്രം നിലനിർത്തിയാൽ മതി. ആലോചിച്ച് നോക്കുക, എവിടുന്ന് എങ്ങോട്ട് പോയി ഈ സംഭവം? ഇത് ഞാൻ എത്രയോ നാളുകൾ കൊണ്ട് പറയുക. അതായത് ഭീകര മത വിഭാഗ പ്രവർത്തനം ഇത് നിങ്ങളെ കയറി പിടിച്ചു കഴിഞ്ഞാൽ ഇത് വല്ലാത്ത പ്രശ്നമാണ്. ഇത് ജർമ്മനി നടപ്പിലായി കഴിഞ്ഞാൽ മറ്റുള്ള യൂറോപ്യൻ രാജ്യങ്ങൾ നടപ്പിലാക്കും. ആലോചിച്ച് നോക്കാം, മദ്രസ പൂട്ടിയിടും, പള്ളികൾ അടപ്പിക്കും, അവിടെ ഇസ്ലാമിക് ക്ലാർജികൾ വെള്ളിയാഴ്ച സംസാരിക്കാൻ പാടില്ല. ഇവരെന്ത് സംസാരിക്കുന്നു അവിടുത്തെ പോലീസിനോട് പറയണം. ആരെങ്കിലും മോശമായിട്ട് സംസാരിച്ച് ഇവിടുന്ന് ജയിലിലിടണം, അല്ലെങ്കിൽ പുറത്ത് ഡീപ്പോർട്ട് ചെയ്യണം. ഈ രീതിയിലോട്ടാണ് ജർമ്മനി ആക്ഷൻ എടുക്കാൻ പോകുന്നത്. കാരണം അവർക്കും മടുത്തു ഈ സാധനം. പല രാജ്യങ്ങളും മടുക്കുന്നു, പല യൂറോപ്യൻ രാജ്യങ്ങളും മടുക്കുന്നു. ഇത് ഞാൻ പറയുമ്പോൾ അതിനെ പുച്ഛിച്ച് അതിനെ എന്നെ തെറി കൃസംഗി എന്നൊക്കെ വിളിക്കുമ്പോൾ യാഥാർത്ഥ്യം, ഗ്രൗണ്ട് റിയാലിറ്റി നിങ്ങളുടെ മുമ്പിൽ വരികയാണ്. അതായത് നിങ്ങളെ അവിടുന്ന് പുറത്താക്കും. നിങ്ങളവിടെ എന്തെങ്കിലും കാരണം സർവൈലൻസ് എന്ന് പറഞ്ഞ് നിങ്ങൾ എന്തെങ്കിലും തെറ്റ് കാണിച്ചാൽ, എന്തെങ്കിലും ഈ സംഭവമായിട്ട് ബന്ധപ്പെട്ട്, അതായത് കംപ്ലീറ്റ് നിങ്ങളുടെ സോഷ്യൽ മീഡിയയെ, നിങ്ങളുടെ ഫോണും ഇവരുടെ സർവൈലൻസിൽ കൊണ്ടുവെക്കും. നിങ്ങൾ എന്ത് ചെയ്ത് കഴിഞ്ഞാൽ, എന്ത് മെസ്സേജ് അയച്ചാലും ഇത് കയറി പിടിക്കും. അതായത് ഒരു കാരണവശാലും റാഡിക്കൽ ഇസ്ലാം സമ്മതിക്കത്തില്ല. വേണം അത് ക്രിസ്ത്യാനി ആയിക്കണം, ഇതാണ് അവരുടെ ഡിമാൻഡ്. അല്ലെങ്കിൽ അവിടെ പുറത്ത് പോയിക്കണം. ജർമ്മൻ സിറ്റിസൺ, അതായത് ജർമ്മൻ സിറ്റിസണായ മുസ്ലിംസിന് കൊടുക്കുന്ന അവരെ പറ്റിയാണ് പല പൊളിറ്റിക്കൽ പാർട്ടികൾ പറയുന്നതാണ്. ഇതിൻ്റെ അകത്ത് എല്ലാ പൊളിറ്റിക്കൽ ഒരു കാര്യത്തിലും ഉറച്ചു. അതായത് ഇനി മുസ്ലിം ലോകത്തുനിന്ന് വരുന്നവരെ കയറ്റാൻ പാടില്ല. ഒരു ജർമ്മൻ പഠിച്ചു വന്നില്ലെങ്കിലും ഇവരെ കയറ്റാൻ. കാരണം ഇതിനകത്ത് ലെജിസ്ലേഷൻ പാസ്സാക്കുമ്പോഴാണ് യഥാർത്ഥം അറിയാൻ പോകുന്നത് എന്തൊക്കെയാണ് അവരുണ്ടാക്കാൻ പോകുന്നത്. കാരണം ഇലക്ഷൻ വരികയാണ്, കാരണം വല്ലാത്ത പൊളിറ്റിക്കൽ ടർമോയിലാണ്, എക്കണോമിക് ക്രൈസിസ് ആണ്. അതിനിടയ്ക്ക് ഇതുകൂടെ കയറി വന്നു. കാരണം ഇതിൻ്റെ പൂർണ്ണമായിട്ട് ഇൻവെസ്റ്റിഗേഷൻ വന്നില്ലെങ്കിൽ പല ക്രിസ്മസ് മാർക്കറ്റിലും പബ്ലിക്കിൻ്റെ അടുത്ത് ഇതേപോലെയുള്ള മതഭ്രാന്തന്മാർ ഇടിച്ച് എത്രയോ പേര് കൊല്ലപ്പെട്ടു. അതിൻ്റെ എല്ലാം കൂടെ അവസാനത്തെ റിയാക്ഷൻ വന്നിരിക്കുകയാണ്. അതായത് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഇസ്ലാമിലെ പേരുള്ളവർക്കും, അതായത് ഇസ്ലാം വിശ്വാസികൾക്കും ഏറ്റവും ക്രൂരമായ ഒരു രാജ്യമാകാൻ പോവുകയാണ് ജർമ്മനി. ഇതാണ് നിങ്ങൾ വരുത്തി വെച്ച ഏറ്റവും വലിയ പിഴ. ഇതിനാണ് ഞാൻ പറഞ്ഞ നിങ്ങൾ വില കൊടുക്കേണ്ടി വരും. ഇതിനാണ് നിങ്ങൾ വില. കാരണം ജർമ്മൻ വഴി പോകുന്നവനെ പോലും കയറിപ്പിടിക്കും. കാരണം ഇത് വായിച്ച് മനസ്സിലാക്കി പഠിക്കുന്നവർക്കറിയാം ഇതെന്താണ് ഈ സ്ഥിതി എന്ന്. അതിലോട്ടാണ് കാര്യങ്ങൾ പോകുന്നത്. അതായത് ഒരു ഇസ്ലാം എന്ന് പറഞ്ഞ വിശ്വാസിക്ക്, ഒരു സാധാരണ വിശ്വാസി, അവന് പോലും ലോകത്ത് ജീവിക്കാൻ പറ്റാത്ത രീതിയിൽ യൂറോപ്യൻ രാജ്യങ്ങളാകാൻ പോകുന്നു. അതിന് വരുത്തി വെച്ചത് എന്താണ്? നിങ്ങളുടെ വിശ്വാസത്തിലുള്ള പുസ്തകമാണോ, നിങ്ങളാണോ, എവിടെയാണ് നിങ്ങൾക്ക് പിഴച്ചത്? അതിന് നിങ്ങൾ വലിയ വില കൊടുക്കേണ്ടി വരികയാണ്.